അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ കിതാബ് തജ്വീദാണ്. തജ്വീദിൻ്റെ ഫുൾ റിവിഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണുക. നമുക്ക് ആകെ പഠിക്കാനുള്ളത് 5 പാഠങ്ങളാണ്. ഓരോ പാഠങ്ങളും കൃത്യമായി വിദ്യാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ശരിക്ക് ശരി നൽകാം. താഴെ ഉത്തരങ്ങളുണ്ട്. ശരിയായ ഉത്തരത്തിന്റെ നേരെ നമ്മൾ ശരി അടയാളം കൊടുത്താൽ മതി. ഒന്നാമത്തത്, ഖുർആൻ ഓതാത്ത കപട വിശ്വാസിയുടെ ഉപമ ഏതുപോലെയാണ്? അവസാനത്തെ ഓപ്ഷൻ, ആട്ടങ്ങ പോലെയാണ്. രണ്ടാമത്തത്, എല്ലാ രാത്രിയിലും ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാകില്ല. ഏത് സൂറത്ത് ഓതിയാലാണ് ദാരിദ്ര്യമില്ലാതിരിക്കുക? സൂറത്തുൽ വാഖിഅ. 3, ഖുർആനിന്റെ 1/3 വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. 4, സാക്കിനായ നൂനിന്റെയും മീമിന്റെയും വിധികൾ എത്രയാണ്? 5 ആകുന്നു. അടുത്തത്, ഇദ്ഗാമുൻ ബിലാഉന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ് ഏത്? ലാം. നമ്മൾ പറഞ്ഞു ലാമും റാവുമാണ് ഇദ്ഗാമുൻ ബിലാഉന്നയുടെ അക്ഷരങ്ങൾ. ഇവിടെ ലാം തന്നിട്ടുണ്ട്. 6ാമത്തത്, ഇദ്ഹാറിന്റെ ഉദാഹരണമാണ് സമീഉൻ അലീം. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഹൽക്കിന്റെ അക്ഷരങ്ങളായ ആ 6 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. അതിൽപ്പെട്ടതാണ് ഐന്, സമീഉൻ അലീം. ഇനി 7ാമത്തത്, സുക്കൂനുള്ള അക്ഷരത്തെ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശദ്ദ് ചെയ്തുച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വേർതിരിക്കാം. ഇവിടെ താഴെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇഖ്ഫാ, ഇദ്ഹാർ, ഇദ്ഗാമുൻ ബിഗുന്ന, ബിലാഉന്ന, ഇഖ്ലാബ് ഒക്കെ നമ്മൾ വേർതിരിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് വൻഹർ. വൻഹർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇദ്ഹാറാണ്. കാരണം സാക്കിനായ നൂനിന് ശേഷം ഹൽക്കിന്റെ അക്ഷരമായ ഹ ആണ് വന്നിട്ടുള്ളത്. അടുത്തത് ഈശത്തിർ റാളിയ. തൻവീനിന് ശേഷം റാ ആണ് വന്നിട്ടുള്ളത്. ലാമോ റാഓ വന്നാൽ അവിടെ ഇദ്ഗാമുൻ ബിലാഉന്നയാണ്. അടുത്തത് മിൻ വലദ്. ഏതാണ്? മിൻ വലദ്. സാക്കിനായ നൂനിന് ശേഷം ഇദ്ഗാമുൻ ബിഗുന്നയുടെ അക്ഷരമായ വാവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇദ്ഗാമുൻ ബിഗുന്നയാണ്. കിറാമിൻ ബററ. തൻവീനിന് ശേഷം ബാ ആണ്. അപ്പോൾ ഇഖ്ലാബ്. ഇഖ്ലാബിന്റെ ഉദാഹരണമാണ്. ഇനി അടുത്തത് മുൻസിലൂൻ. അതേതാണ്? നൂനിന് ശേഷം സാ ആണ്. അവിടെ ഇഖ്ഫാ ആണ്. മറച്ചു മണിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഓരോ ഉദാഹരണവും വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇനി പൂർത്തിയാക്കാം. ഖുർആൻ മനഃപ്പാഠമാക്കിയത് മറന്നു കളയുന്നത് വലിയ കുറ്റമാണ്, തെറ്റാണ്. 2, അള്ളാഹു പറയുന്നു വറത്തിലിൽ ഖുർആന തർത്തീല. തർത്തീല എന്ന് എഴുതി കൊടുക്കണം. 3, സുക്കൂനുള്ള നൂനിന്റെ അതേ ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന മറ്റൊന്നു കൂടെയുണ്ട്. ഏതാണത്? തൻവീനാണ്. തൻവീൻ. ഇനി ഉത്തരം എഴുതാം. ഖുർആൻ ഓതുന്ന മുഅ്മിനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചത് എന്തിനോടാണ്? നല്ല രുചിയുള്ള സുഗന്ധമുള്ള നാരങ്ങയോടാണ് ഉപമിച്ചത്. 2, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ശൈലിയിലാണ്? അറബികളുടെ ശൈലിയിലാണ്. 3, ഉന്നത്തായി വരുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? നൂനും മീമും. മണിക്കേണ്ടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നൂന്, അതുപോലെ മീം. ഇദ്ഗാമിന്റെ 2 ഇനങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് ഇദ്ഗാമുൻ ബിഗുന്ന, മറ്റൊന്ന് ഇദ്ഗാമുൻ ബിലാഉന്ന. ഇനി ഇഖ്ഫായിന്റെ അക്ഷരങ്ങൾ എത്രയാണ്? 15 ആണ്. വ്യക്തമാക്കാം. ഇദ്ഹാർ എന്നാൽ എന്താണ്? സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഹൽക്കിന്റെ അക്ഷരങ്ങളായ ഹംസ, ഹാ, ഐന്, ഹ, ഗൈന്, ഹാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ വ്യക്തമാക്കി ഓതുക. അതിനാണ് ഇദ്ഹാർ എന്ന് പറയുന്നത്. ഇഖ്ഫാ എന്നാൽ എന്താണ്? സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം 15 അക്ഷരങ്ങൾ വന്നാൽ അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിച്ചു ഓതുക, മറച്ചു മണിക്കുക. അതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. അടുത്തത്, ഖുർആൻ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ കാര്യങ്ങളിൽ ഒന്നെഴുതുക. പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തജ്വീദിന്റെ നിയമങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ അക്ഷരങ്ങളുടെയും മഖ്റജുകൾ, അതുപോലെ ഓരോ അക്ഷരങ്ങളുടെയും സിഫാത്തുകൾ, അതുപോലെ ഉന്നത്ത്, മദ്, തഫ്ഖീം, തർക്കീക്ക് ഇതെല്ലാം ശ്രദ്ധിച്ച് പാരായണം ചെയ്യുമ്പോഴാണ് നമ്മുടെ പാരായണം ആകർഷണീയമാവുന്നത്. ഏതെങ്കിലും ഒരു കാര്യം എഴുതിയാൽ മതി. ഇനി അടുത്തത്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നതിന്റെ പ്രത്യേക പുണ്യം എന്താണ്? ഒരാൾ എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അല്ലാഹു തആല അയാളെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇനി അക്ഷരങ്ങൾ എഴുതാം. ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, ഹാ, ഐന്, ഹ, ഗൈന്, ഖാ. ഇദ്ഗാമുൻ ബിഗുന്നയുടെ അക്ഷരങ്ങൾ എത്രയാണ്? 4 ആണ്. നൂന്, വാവ്, മീം, യാ.
ഇതാണ് 6ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആവർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.